ശിവകാമിക്കുട്ടി. ഹലോ. സൂപ്പർ ഉടുപ്പാണല്ലോ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാരും നന്നായിട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞു. പാടുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഇന്നിപ്പോ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ക്യാപ്റ്റൻ? കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം. ക്ലാസിക് സോങ്. 1965. മൈ ഗോഡ്, 1965 പാട്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് അടക്കം മുഴുവൻ പാട്ടറിയാം. അത്ര ക്ലാസിക് ആയിട്ടുള്ള സോങ് ആണ്. ജി ദേവരാജൻ മാസ്റ്ററുടെ സോങ് എഴുതിയിരിക്കുന്നത് വയലാർ സാറാണ്. ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ മൂവി. പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുശീലാമ്മയാണ്. യെസ്. സേതുമാധവൻ സാറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ മകൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ സംഗീതം ചെയ്യാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന്ന് അസലായിട്ട് പാടുകയാണെങ്കിൽ അങ്കിൾ ഒരു ഗിഫ്റ്റ് തരും. ഓക്കെ? കാറ്റിൽ ഇളം കാറ്റ്
ആഹാ സൂപ്പർ സൂപ്പർ താങ്ക് യു കാലക്കി. താങ്ക് യു. ഇത് ഒരു പെർഫോമൻസ് അല്ല, ഇതൊരു പ്രസൻസ് ആണ്. യെസ്, പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ പ്രസൻസ് ആണ്. ഒരു ടാലന്റിന്റെ, ഒരു Divine- അൺബിലീവബിൾ ആയിട്ടുള്ള ടാലന്റിന്റെ. ഡിവൈൻ പ്രസൻസ് ആൻഡ് ഡിവൈൻ പ്രസന്റ്. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പുതു പുതു അർത്ഥങ്ങൾ ശിവകാമി കുഞ്ഞ് ഓരോ പാട്ടിലൂടെയും തരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ തരുന്നുണ്ട്. ദിസ് ഇസ് എ വെരി വെരി സ്പെഷ്യൽ പെർഫോമൻസ്. താങ്ക് യു യെസ്. സർ. വെരി സ്പെഷ്യൽ. ആളെ പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അത് എന്തോരം ശ്രദ്ധിച്ചിരിക്കുന്നു അല്ലെ മധു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്ത് ഒപ്പിയെടുത്ത് ആ ഒപ്പിയെടുത്തിരിക്കുകയാണ്. പാടിയിരിക്കുക. അതിന്റെ വെബ്രാറ്റോ പോലും യെസ്, ഇതാ ഇതാ ഇതാ, അതായത് അതിങ്ങനെ പാടിയേ. ഇതാ 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 മൈ ഗോഡ്. യെസ്, ഇതാ 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 നമ്മള് ഈ സുശീലാമ്മ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ മോള് പാടുമ്പോഴുണ്ട്. അല്ല വെറുതെ കാറ്റിൽ പാടുമ്പോ തന്നെ സുഖം. ഈ ഇതാ ഇതാ കഴിഞ്ഞിട്ട് പിന്നെ കാറ്റിൽ വരുന്നില്ലേ, അപ്പൊ വളരെ ഒതുക്കി Yes, പാടുന്നുണ്ട്, yes. മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ചരണം കഴിഞ്ഞിട്ടുള്ള Unbelievable അത്. പല്ലവിയില്, ചരണം കഴിഞ്ഞുള്ള പല്ലവിയില് നേരെ കേറിയപ്പോഴേ അനുരാഗ് അതോട്ട് പഠിപ്പിക്കാമോ? അനുരാഗലഹരിയിൽ ഗോപികൾ പാടിയ രാധാമാധവ ഗാനം. ആഹാ. രാഗലഹരിയിൽ ഗോപികൾ പാടിയ രാധാമാധവ ഗാനം. ഇതാ 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 ആ. സൂപ്പർ. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് കാറ്റിൽ കേൾക്കാനാണ് അങ്കിൾ ഇത്രയും നേരം കരുതിയത്. അവിടെ കൊണ്ട് നിർത്തല്ലേ, അതും കൂടെ പഠിത്ത. മൈ ഗോഡ്. യെസ് യെസ് യെസ്, സൂപ്പർ. അതാണ് തേൻ ഒഴുകുന്നു എന്ന് പറയുന്ന പോലെയാണ് Correct, correct. ആ കാറ്റിൽ ഒഴുകി വരുന്നത്. അതെ ആ, അതെ. ഇവിടെ മെലഡിയുടെ കാറ്റുണ്ട്, ഈ ടാലന്റിന്റെ കാറ്റുണ്ട്, അദൃശ്യമായിട്ടുള്ള ഏതോ ശക്തികളുടെ കാറ്റുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ലോകങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനപ്പുറം എന്ത് ഭാഗ്യം തീർച്ചയായിട്ടും. അല്ലേ? അതെ. സത്യം. അതാണ് ഗുരുഭവനവരെ അന്ധഭാഗ്യം ജനാന ജനാന. എന്ന് പറയുന്ന. നമ്മൾ ഏത് തത്വത്തിൽ വിശ്വസിച്ചാലും അതൊക്കെ തന്നെ ഇവിടെ വന്ന് അതിന്റെ എംബോഡിമെന്റ് ആയിട്ട് നമുക്ക് ഈ മകളെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാൻ കേട്ടാ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു മകളുള്ളത്, അല്ലേ? മകൾക്കും ഇതുപോലെ അച്ഛനും അമ്മയും ഉള്ളതും വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അനിയനും കണ്ടില്ലേ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പാട്ട് ആസ്വദിക്കുകയാണ്. അതൊക്കെ ഗംഭീരായി അല്ലേ ക്യാപ്റ്റൻ? യെസ്, ഉണ്ണിസാറ് വേണമായിരുന്നു ഇവിടെ. ഉണ്ണിസാറിന്റെ ഫേവറേറ്റ് സോങ്ങാ. ശിവകാമിയുടെ അടുത്ത് ഒരുപാട് തവണ പാടാൻ പറഞ്ഞ പാട്ടാണ്. പക്ഷെ ഇന്ന് ശരിക്കും ഉണ്ണിസാറ് മിസ് ചെയ്തു ശിവകാമി കുട്ടിയുടെ പാട്ട്. ഇറ്റ് വാസ് പെർഫെക്റ്റ്. ഈ പാട്ടാണ് ഞങ്ങൾ പാടാൻ പറഞ്ഞത്. പെർഫെക്റ്റ് അത് ശിവകാമി കുട്ടി. ഉണ്ണിച്ചേട്ടൻ മനസ്സിലായി കാണും. ഇത് ഈ പാട്ട് ഈ കുട്ടി പാടിയ നന്നായിരിക്കും. അതെ, അതായിരിക്കും. ബ്യൂട്ടിഫുൾ ശിവകാമി കുട്ടി. താങ്ക് ഹാറ്റ്സ് ഓഫ്. യു. അതിനപ്പുറം എന്താ അല്ലേ? അത് മാത്രമല്ല എം ജെ, ഞങ്ങള് വേറൊരു കാര്യം പറയട്ടെ. ഇന്നിവിടെ ശിവകാമിക്കുട്ടിയുടെ പാട്ട് കേൾക്കാനായിട്ട് മാത്രമാണ് ആ ചേച്ചി വന്നിരിക്കുന്നത്. ചേച്ചിക്ക് ശിവകാമിക്കുട്ടീനോ ഫാമിലിയോ ഒന്നും പരിചയമൊന്നുമില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഈ സമയത്ത്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സോ മച്ച്. പേരൊന്ന് പറയോ ചേച്ചി? എന്റെ പേര് സീമ. ഞാൻ എറണാകുളത്തു നിന്ന് വരുവാണ്. മോള് പറഞ്ഞിട്ടാണ്, മോളുടെ പാട്ട് കേൾക്കാന് എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ വരികയാണ്. ഓ, അമ്മ മാവേലിക്കരയാണ്. അമ്മ ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ്. അച്ഛൻ മരിച്ച ദിവസമാണ് മാർച്ച് 11. അപ്പൊ മോളെ വന്ന് കാണണം, മോളുടെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വന്നാണ്. NSS കോളേജ് ഇന്ന് റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ്. അച്ഛൻ ക്യാൻസർ വന്നാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം മോളുടെ പാട്ടുകളുടെ ഹാർഡ് കോർ ഫാനാണ് എൻ്റെ അമ്മ. അങ്ങനെ വന്നതാണ്. തീർച്ചയായും വളരെ സന്തോഷം ഇവിടെ വന്നത്. പ്രത്യേകിച്ചും ഈ മോമെന്റിൽ ഈ ഒരു പാട്ടിന്റെ ഒരു ഡിവൈൻ, അതിന്റെ ഡിവിനിറ്റി ഇങ്ങനെ നമ്മൾ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ വന്നില്ലേ, അതെ അതൊരു വലിയൊരു നിയോഗമായിട്ട് കാണുന്നു. അതെ അതെ, അമ്മയോട് പ്രത്യേകം നമ്മുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. തീർച്ചയായും. ഓക്കെ. ഈ ഒരു പാട്ട് ഇങ്ങനെ എത്രയും
നന്നായിട്ട് ഭംഗിയായിട്ട് മനോഹരമായിട്ട് പാടണമെങ്കിൽ അത്രയ്ക്കും മെച്യൂരിറ്റി ഉണ്ടാവണം. സുശീലാമ്മയുടെ ആ ഒരു പാടുമ്പോൾ കേൾക്കുന്ന അതേ ഒരു സുഖം തന്നെയാണ് മോള് പാടിയപ്പോൾ എനിക്ക് തോന്നുന്നത്. ദൈവം തന്നിട്ടുള്ള ടാലന്റ് അത് ഉള്ളതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രോഡിജിയാണ്. ഏതോ പൂർവ്വജന്മത്തിന്റെ എന്തോ ബാക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, പറയാൻ വാക്കുകളില്ല. സാറേ ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ. എന്താണ്? എന്റെ അനിയനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കോ? അനിയൻ ഇതുവരെ പാടിയിട്ടില്ല. യെസ്. ഏത് പാട്ടാ ശിവകാർത്തികേയ പാടുന്നേ? മിരിയോരം. ഇതിലെ പാട്ടാണോ? തുടരുമില്ലേ? ഓ ആ പാട്ടാ. പുതിയ പാട്ടാ. ഞാൻ വിളിച്ച് പഴയ മിഴിയോരമാണെന്ന്. മിരിയോരം നനയുകയോ മനമിങ്ങൂര് കുതളോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൻ ഇടവഴികൾ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പതരും തരോടും താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമിങ്ങൂര് കൂത്തളോ. അടിപൊളി, സൂപ്പർ ആയിരുന്നു കേട്ടോ. മാത്രല്ല ചേച്ചിക്ക് എന്തോ ഒരു സ്നേഹമാണ് അനിയനെ. ചേച്ചി പറയാണ് എനിക്ക് ഈ പാട്ടിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് വേണ്ടത് അനിയനെ ഈ വേദിയിൽ പാടിപ്പിക്കുന്നതാണ്. അപ്പൊ ചേച്ചി അനിയനും സബാഷ്. അപ്പൊ അങ്കിള് പറഞ്ഞില്ലേ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്, അങ്ങോട്ട് വന്നാൽ തരാം. ഓക്കെ, ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തന്നെ, ഇത് ഞാൻ ദേവരായ മാസ്റ്ററെ പറ്റി എഴുതിയ പുസ്തകമാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകമാണ്. അതിന്റെ പേര് വരിക ഗന്ധർവ ഗായിക എന്നുള്ളതാണ്. അത് നമ്മുടെ കുഞ്ഞിന് ഇന്ന് പ്രസന്റ് കൊടുക്കുകയാണ്. ഈ പാട്ട് ഇത്രയും അസാധ്യമായിട്ട് പാടിയതിന്. പക്ഷെ അതിൽ എനിക്ക് കുഞ്ഞിനെ എഴുതി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് വന്നാൽ ഞാൻ എഴുതി തരാം കേട്ടോ. ബൈ. ഓക്കെ, താങ്ക് യു സർ. എന്താ അങ്കിൾ എഴുതിയിരിക്കുന്നത്? എന്റെ ശിവകാമി കുഞ്ഞിന്, എന്റെ ശിവകാമി കുഞ്ഞിന് ഒത്തിരി സ്നേഹത്തോടെ എം ജി അങ്കിൾ. അതാണ് കേട്ടോ. ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ. ഓക്കെ മക്കളെ, ഇനി ബാക്കി അവിടെ ചെന്നിട്ട് തരാം. ശിവകാമി കുട്ടി going to be awarded 100 on 100 plus 5 stars. ശിവകാമിക്കുട്ടി 5 സ്റ്റാർ കേട്ടോ. ശിവകാമിക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. ശിവകാമിക്കുട്ടിക്ക് 100 മാർക്കും 5 സ്റ്റാർസും. സിമ്പിൾ അല്ലല്ലോ അല്ലേ? അല്ല, രണ്ടാമത്തെ 5 സ്റ്റാർ ആണ്. അതെ, ദിയയ്ക്ക് മാത്രമാണ് നേരത്തെ ഓ, കിട്ടിയിരിക്കുന്നത്. ദിയക്കുട്ടിക്ക് മാത്രമാണ് കിട്ടിയിരുന്നത്. ഇപ്പൊ ശിവകാമിക്കുട്ടിക്കുമായോ? അതെ, 100 plus 5 stars എന്ന് പറയുന്നത് റെയർ ആണ്. അതെ. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് വാങ്ങാം അല്ലേ? പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാനായിട്ട് നമുക്ക് ചേച്ചീനെ വിളിച്ചാലോ? ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മാത്രം മതി. വായോ. ചേച്ചി, ശിവകാമിക്കുട്ടി ഒത്തിരി ഇഷ്ടമുള്ള ചേച്ചിയല്ലേ? ശിവകാമിക്കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു ശിവകാമിക്കുട്ടി. ശരി, ബൈ.